ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൂവും ഡസുമാണ്. ഈസാറാമ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വേഴ്സ് വേറെ പറഞ്ഞു കഴിഞ്ഞു. കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അത് കാണണം കേട്ടോ. വളരെ യൂസ്ഫുള്ളായ വീഡിയോകളാണ്. അപ്പോൾ ഈ ഡൂവും ഡസും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പഠിക്കാനായിട്ട്. നമുക്കത് സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ ഡൂവും ഡസും നമ്മൾ യൂസ് ചെയ്യുന്നത് പതിവായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഡൂ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഡസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഡു യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ്. അതായത് ഐ യു വി ദേ വരുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ. ഈ ഐയും യുവും നമ്മളിവിടെ പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു ആണ്. ഹി, ഷീ, ഇറ്റ്, അതുപോലെ നെയിം, ഇതൊക്കെ വരുന്ന സമയത്ത്, അതായത് സിംഗുലർ സബ്ജക്റ്റ്, ഒരാൾ മാത്രമുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കൂ. അവൾ ദിവസവും രാവിലെ വെള്ളം കുടിക്കാറുണ്ട്, അല്ലേ? അവൾ ദിവസവും രാവിലെ വെള്ളം കുടിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, ഷീ ഡസ് ഡ്രിങ്ക് വാട്ടർ എവറി മോർണിംഗ് എന്നാണ് ഇവിടുത്തെ ഒരു സെൻറ്റൻസ് വരുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഡസ് എന്ന് യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീ ഡ്രിങ്ക്സ് വാട്ടർ എവറി മോർണിംഗ് എന്നാണ്. അതായത് നമ്മുടെ വെർബിൻ്റെ കൂടെ നമ്മൾ എസ് യൂസ് ചെയ്തുകൊണ്ട് വേണം സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ അവിടെ ആ ഡസ്സിനെ നമ്മളവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഓക്സിലറി വെർബ് അവിടെ ഉണ്ട്. അതിന് പകരമാണ് നമ്മളവിടെ എസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷീ ഡ്രിങ്ക്സ് വാട്ടർ എവറി മോർണിംഗ്, അവൾ ദിവസവും രാവിലെ വെള്ളം കുടിക്കാറുണ്ട്. ഇനി നോക്കൂ, അവൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. എങ്ങനെ പറയും? ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ എവറി ഡേ. ഇവിടെ റീഡാണ് നമ്മുടെ വെർബ്. അപ്പോൾ ഹീ ഡസ് റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ എന്നാണ് ഇവിടുത്തെ ഒരു സെൻറ്റൻസ് വരുന്നത്. പക്ഷേ നമ്മൾ എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ എവറി ഡേ എന്നാണ്. അവിടെ ഡസിനെ നമ്മൾ മാറ്റി നിർത്തി, അല്ലേ? അതുപോലെ നോക്കൂ, അനു എപ്പോഴും ടി വി കാണാറുണ്ട്. എങ്ങനെ പറയും? അനു എപ്പോഴും ടി വി കാണാറുണ്ട്. എപ്പോഴും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അനു ഓൾവേസ് വാച്ചസ് ടി വി. അനു ഓൾവേസ് വാച്ചസ് ടി വി. ഇവിടെ നമ്മൾ ഡസ് ഉണ്ട്, പക്ഷേ നമ്മളവിടെ എസ് യൂസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ, ഞാൻ എന്നും രാവിലെ നടക്കാറുണ്ട്. ഞാൻ എന്നും രാവിലെ നടക്കാറുണ്ട്. എങ്ങനെ പറയും? ഇവിടെ സബ്ജക്റ്റ് ഞാൻ എന്നാണല്ലേ, നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെങ്ങനെ പറയും? പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഡു വോക്ക് എവരി മോർണിംഗ് എന്നാണ് ഇവിടെ വേണ്ടത്. പക്ഷേ അവിടെയും നമ്മൾ ഡൂവിനെ അവിടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഐ വോക്ക് എവരി മോർണിംഗ്. അപ്പോൾ ഡു വരുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഐ യു വി ദേ ഇവയുടെ കൂടെ നമ്മൾ ഡു യൂസ് ചെയ്യുന്നു. അവിടെ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് വേണ്ട. അതുപോലെ തന്നെ നമ്മളിവിടെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എസ് യൂസ് ചെയ്തുകൊണ്ട് വേണം വെർബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇതേക്കുറിച്ചിട്ട് നന്നായിട്ട് ഞാൻ നമ്മുടെ ടെൻസസിൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും കൂടി കാണണേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. നെക്സ്റ്റ് നോക്കൂ, ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പുറത്തു പോകാറുണ്ട്. ഇവിടെ പറയുന്നത് ഞങ്ങൾ എന്നാണ്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പുറത്തു പോകാറുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് വി ആണല്ലോ. വി ഗോ ഔട്ട് എവറി വീക്ക്. വി ഗോ ഔട്ട് എവറി വീക്ക്. നെക്സ്റ്റ് നോക്കൂ, അവർ എല്ലാ മാസവും ഫീസ് അടയ്ക്കാറുണ്ട്. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവർ എന്നാണല്ലേ. അവർ എല്ലാ മാസവും ഫീസ് അടയ്ക്കാറുണ്ട്. എങ്ങനെ പറയും? ദേ പേ ദ ഫീ എവറി മന്ത്. ദേ പേ ദ ഫീ എവറി മന്ത്. ഇവിടെയും നമ്മൾ ഡു ഒളിഞ്ഞു കിടപ്പുണ്ട്, അല്ലേ? ദേ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡു ഉണ്ട്, പക്ഷേ നമ്മളത് പറയുന്നില്ല. ദേ പേ ദ ഫീ എവറി മന്ത്. അവർ എല്ലാ മാസവും ഫീസ് അടയ്ക്കാറുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ പറയും? ഫോർ എക്സാമ്പിൾ, അവൾ ദിവസവും രാവിലെ വെള്ളം കുടിക്കാറില്ല. ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലേ? നമ്മുടെ ഓക്സിലറി വെർബ്സിന് നമ്മളൊരു നോട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് അതാണ്, ഡസ് ആണ്. അപ്പം ഷീ ഡസിൻ്റ് ഡ്രിങ്ക് വാട്ടർ എവറി മോർണിംഗ്. ഷീ ഡസിൻ്റ് ഡ്രിങ്ക് വാട്ടർ എവറി മോർണിംഗ്. അവൾ ദിവസവും രാവിലെ വെള്ളം കുടിക്കാറില്ല. ഓക്കെ. അവൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാറില്ല. എങ്ങനെ പറയും? ഹി ഡസിൻ്റ് റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. ഹി ഡസിൻ്റ് റീഡ് ന്യൂസ് പേപ്പർ എവറി ഡേ. അതുപോലെ തന്നെ അനു എപ്പോഴും ടി വി കാണാറില്ല. അനു എപ്പോഴും ടി വി കാണാറില്ല. എങ്ങനെ പറയും? അനു ഡസിൻ്റ് ഓൾവേസ് വാച്ച് ടി വി. ഇവിടുത്തെ എസ് അങ്ങോട്ട് ഒഴിവാക്കുക, എന്നിട്ട് നമ്മൾ ഡസിൻ്റ് എന്ന് യൂസ് ചെയ്യുക. ഡസിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് എന്നാണ്. നെക്സ്റ്റ് നോക്കൂ,
ഞാൻ എന്നും രാവിലെ നടക്കാറില്ല. ഞാനാണ് സബ്ജക്റ്റ്. എങ്ങനെ പറയും? ഐ ഡോണ്ട് വോക്ക് എവറി മോർണിംഗ്. ഐ ഡോണ്ട് വോക്ക് എവറി മോർണിംഗ്. ഞാൻ എന്നും രാവിലെ നടക്കാറില്ല. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പുറത്തു പോകാറില്ല. എങ്ങനെ പറയും? വി ഡോണ്ട് ഗോ ഔട്ട് എവരി വീക്ക്. വി ഡോണ്ട് ഗോ ഔട്ട് എവരി വീക്ക്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പുറത്തു പോകാറില്ല. ഓക്കെ. അതുപോലെ തന്നെ അവർ എല്ലാ മാസവും ഫീസ് അടയ്ക്കാറില്ല. അവർ എല്ലാ മാസവും ഫീസ് അടയ്ക്കാറില്ല. എങ്ങനെ പറയും? ദേ ഡോണ്ട് പേ ദ ഫീ എവറി മന്ത്. ദേ ഡോണ്ട് പേ ദ ഫീ എവറി മന്ത്. അവർ എല്ലാ മാസവും ഫീസ് അടയ്ക്കാറില്ല. അപ്പോൾ നമ്മൾ ഡസും ഡൂയും യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചു. അതിൻ്റെ വ്യത്യാസങ്ങളും അത് യൂസ് ചെയ്യുന്ന മെത്തേഡൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ നെഗറ്റീവും പഠിച്ചു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഒന്നായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടും 8 മിനിറ്റ് ആയിട്ട് അത് ഇതിൽ അപ്ലോഡ് ആയിട്ടില്ല. നമ്മൾ പുതിയ ചാനലല്ലേ, അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ടെൻസസിൻ്റെ വീഡിയോസ് മസ്റ്റായിട്ടും കാണാതെ നമ്മൾ റിഷൂസ് പാലസ് പ്ലേലിസ്റ്റിൽ കയറി കാണാം കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് പാർട്ടായിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.